ചോദ്യം ഇതാണ്, തന്നിരിക്കുന്ന സമവാക്യത്തിൽ എക്സിൻ്റെ വില കാണാനാ. എക്സ് പ്ലസ് 3/7 ഒരു സൈഡിൽ കിടക്കുന്നു, 2x + 1/9 ഒരു സൈഡിൽ കിടക്കുന്നു. അപ്പോൾ ഇവിടെ ചെയ്യാൻ ഇത്രയേ ഉള്ളൂ, ഇവരെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? ആദ്യം ഈ 9നെ ഇങ്ങോട്ട് ഗുണിച്ച് കയറ്റും, അത് കഴിഞ്ഞ് 7നെ വലതുവശത്തോട്ടും ഗുണിച്ച് കയറ്റും. അപ്പോൾ സ്റ്റെപ്പുകളൊന്ന് എഴുതുക. ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ ഇതാണ് പറഞ്ഞത്, 9 × x + 3. അപ്പോൾ റൈറ്റ് സൈഡിലോ 7 റൈറ്റ് സൈഡിലേക്ക് ഗുണിച്ച് കയറും. അപ്പോൾ 7 × 2x + 1 എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ? ബ്രാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്തോട്ടെ, അകത്തോട്ട് ഗുണിച്ച് കയറ്റുവാണ്. 9 അകത്തോട്ട് കയറുമ്പം എക്സിലേക്ക് ഗുണിക്കുമ്പം 9x + 9 × 3 27 എന്ന് പറയുന്നത്. ഇനി റൈറ്റ് സൈഡ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ, 7 × 2 14x + 1 × 7 7 തന്നെ. ഓക്കെ അല്ലേ? എക്സ് എല്ലാം ഒരു സൈഡിൽ പോട്ടെ, സംഖ്യകളെല്ലാം ഒരു സൈഡിൽ നിൽക്കട്ടെ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു 27 ഉണ്ട്. റൈറ്റ് സൈഡിൽ കിടക്കുന്ന 7നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ അത് -7 എന്നായി മാറി അല്ലേ? വലതുവശത്ത് ഒരു 14x ഓൾറെഡി ഉണ്ട്. ഇടതുവശത്ത് കിടക്കുന്ന 9xനെ ഞാൻ വലത്തോട്ട് കൊണ്ടുവരുമ്പം +9x എന്തായി മാറും? -9x ആയി മാറും. 27ൽ നിന്ന് 7 പോയാൽ 20 ആണ്. 20 എന്ന് പറയുന്നത് 14xൽ നിന്ന് 9x കുറച്ചാൽ എത്രയാ? 5x ആണ്. 5xൻ്റെ വില 20 എങ്കിൽ എക്സ് എത്രയാണെന്ന് കാണാവുന്നതേ ഉള്ളൂ. 20/5. ഈ ചോദ്യത്തിൽ എക്സിൻ്റെ വില എത്ര എന്ന് ചോദിച്ചാൽ 4 ആണ്. ക്ലിയർ ആണോ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ, അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.